ആണോ എന്ന് സമരസമിതിയോട് ചോദിച്ചപ്പോൾ സമരസമിതി പറഞ്ഞത് ഞങ്ങൾ സമരസമിതിയിൽ ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിശ്ശേരിയിൽ 40 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെട്രോ ക്രഷറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ പ്രദേശത്തെ പത്രപ്രവർത്തകരാണ്. 40 വർഷമായിട്ട് ആ പ്രദേശത്ത് താമസിക്കുന്ന ഞങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 1984 വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണത്. ആ സ്ഥാപനം വളർന്ന് പന്തലിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ശുദ്ധവായുവും ശുദ്ധജലവും ഒക്കെ നിഷേധിക്കുന്ന, അത് ഞങ്ങൾക്ക് ശുദ്ധവായുവോ ശുദ്ധജലമോ കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചോദിക്കും, 40 വർഷമായിട്ട് നിങ്ങൾ എന്തേ ഇതിനെതിരെ പ്രതികരിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 84 പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനത്തിൽ 92 ബഹുമാനപ്പെട്ട മെയ്തുണ്ണിക്ക 90 മെയ്തുണ്ണിക്കയുടെ ഭാഗമായിട്ട് നിയമ നടപടികൾ ഉണ്ടായി. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ എതിർകക്ഷി വളരെ സ്വാധീനവും വളരെ സാമ്പത്തികവും സ്വാധീനവും ഉള്ള ആളായതുകൊണ്ട് തന്നെ ഞങ്ങൾ പരാജയപ്പെടുകയുണ്ടായത്. അതിനുശേഷം 2003 വീണ്ടും അവിടെ ഒരു നിയമപരമായിട്ടുള്ള നീക്കമുണ്ടായി, അതും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നത്തെ ഈ സമരസമിതി എന്ന് പറഞ്ഞാൽ ഈ നെല്ലിശ്ശേരി സമരസമിതി ഞങ്ങളുടെ പ്രദേശത്തെ യുവാക്കളായ കുറച്ച് കുട്ടികളുടെ ശ്രമഫലമായിട്ട്, അതിൽ ഭൂരിപക്ഷവും പ്രവാസികളായ ആളുകൾ, ഞാനും ഒരു പ്രവാസിയാണ്, പ്രവാസികളായ ആളുകളും കൂട്ടമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ആദ്യ സമര രീതി എന്നുള്ള നിലയിൽ വളരെ സമാധാനപരമായി ഈ കോറി മാനേജ്മെൻറ്റ്, ഈ ക്രഷർ മാനേജ്മെൻറ്റിനായിട്ട് നേരിട്ട് സംസാരിക്കുകയുണ്ടായി. ആദ്യ സിറ്റിങ്ങിൽ ആലോചിച്ച് പറയാമെന്ന് പറയുകയും രണ്ടാമത്തെ സിറ്റിങ്ങിൽ ഞങ്ങൾ അവരോട് 6 മാസത്തിനകത്ത് ഇത് പൂട്ടണം എന്നുള്ള രീതിയിൽ അഭ്യർത്ഥിക്കുകയുണ്ടായപ്പോൾ ഒരു സ്ഥാപനമാണ്, അത് ഞങ്ങൾക്ക് മാക്സിമം ഇവിടുന്ന് പോകാനുള്ള സമയം തരണം എന്നുള്ള രീതി പറയുണ്ടായി. അപ്പോൾ അതൊരു വർഷം വരെ കൊടുക്കാം എന്നുള്ള രീതിയിൽ സമരസമിതിയുടെ പ്രതിനിധികൾ 2025 ജൂൺ വരെ പ്രവർത്തിക്കുക. അതിനിടയ്ക്ക് അവിടെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എംസാൻഡിലും അതുപോലെ തന്നെ താബൂക്കും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭൂമിയിലെ ജലം വളരെ വലിയ രീതിയിൽ മലിനമാക്കുന്നുണ്ട്. അതെത്രയും പെട്ടെന്ന് നിർത്തുക, ഘട്ടം ഘട്ടമായി ഒരു വർഷം കൊണ്ട് ഇത് നിർത്തിപ്പോകുക എന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങൾ ഈ ഷാലിമാറിൻ്റെ മുന്നിൽ വെക്കേണ്ടായി. അപ്പോൾ ഷാലിമാർ മാനേജ്മെൻറ്റും ഞങ്ങൾ ആലോചിച്ച് പറയാം, അപ്പോൾ മധ്യസ്ഥരായ ആളുകൾ ഒരു ഡിസംബർ വരെ നിങ്ങൾക്ക് ഇത് അനുവദിച്ചുകൂടെ എന്ന് കൊടുത്തപ്പോൾ, അനുവദിച്ചുകൂടെ എന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം വെച്ചപ്പോൾ ഞങ്ങളും അത് സമരസമിതിയിൽ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രതിനിധികൾ പോരുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ ഷാലിമാറിൻ്റെ മാനേജ്മെൻറ്റ്, അദ്ദേഹം ആ മാനേജ്മെൻറ്റ് ഇതുവരെ ഈ 40 വർഷത്തെ അവിടെ നടത്തിക്കൊണ്ടുപോയത് ഞങ്ങൾക്ക് ശുദ്ധവായു ഇല്ല, ശുദ്ധജലമില്ല, അതിലപ്പുറം ഞങ്ങളുടെ നാട്ടിലെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടാണ് ഇന്ന് വരെ ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ആ ഒരു രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ സൗഹൃദം വേണം, ഞങ്ങൾക്ക് ശുദ്ധവായു വേണം, ഞങ്ങൾക്ക് ശുദ്ധജലം വേണം. ഞങ്ങൾ ഈ സമരം ഷാലിമാർ മാനേജ്മെൻറ്റിനെതിരെയാണ്. അതല്ലാതെ ഷാലിമാർ മാനേജ്മെൻറ്റിനെതിരെ എന്നൊക്കെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ അന്നൊക്കെ നാടിൻ്റെ ഇടയിൽ ആളുകളെ ഭിന്നിപ്പിച്ച് അവർക്ക് വ്യക്തിപരമായുള്ള താല്പര്യമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ താല്പര്യമാണ് എന്ന് പറഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് അവർ വീണ്ടും ഈ സമരത്തെ തളർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഇന്നും ഒരു ടൈപ്പിംഗ് മെസ്സേജ്, ഇപ്പം ഞാൻ ഇറങ്ങുമ്പോഴാണ് ടൈപ്പിംഗ് മെസ്സേജ് വന്നത്, അത് പിതൃത്വമല്ല, അല്ലെങ്കിൽ അത്തരം പിതൃത്വമില്ലാത്ത നോട്ടീസുകൾ ഇതെല്ലാം ഇറക്കുന്നത് ഷാലിമാറാണ്. ഷാലിമാറിനായിട്ട് സംസാരിച്ചാൽ അദ്ദേഹം പറയുന്നത്, ഞാൻ പൂട്ടാൻ തയ്യാറാണ്, നിങ്ങളുടെ നാട്ടിലെ ചില തൽപര കക്ഷികളാണ്, അവരുമായിട്ട് എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പൂട്ടാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഞങ്ങളുടെ സമരസമിതി സക്കീർ MA സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞതാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരാളും ഈ പ്രസ്ഥാനത്തെ ഷാലിമാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഈ ക്യാൻസറും ഈ അലർജിയും അത്തരം അസുഖങ്ങളും പടർത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ശുദ്ധവായുവും ശുദ്ധജലവും നിഷേധിക്കുന്ന ഈ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങളാരും ധരിക്കുന്നില്ല. ഞങ്ങൾ അത്തരം രീതിയിൽ ഞങ്ങളുടെ നാട്ടിൻ്റെ അകത്തുള്ള ആളുകളുടെ സൗഹൃദം നശിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം ഇനി മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സമരം എന്ന് ഉദ്ദേശിച്ചത് വളരെ കൂടിയാലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. നമ്മുടെ കേരളത്തിലെ CR നീലകണ്ഠ സാർ, പരിസ്ഥിതി പ്രവർത്തകനായ CR നീലകണ്ഠ സാറാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. സമരം എന്ന് പറഞ്ഞാൽ ഒരു സൂചനാ സമരം മാത്രമാണ്.
അത് സ്ത്രീകളും കുട്ടികളും ഞങ്ങളെ നല്ലവരായ എല്ലാ നാട്ടുകാരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമരമാണ്. അതൊരിക്കലും ഒരു അക്രമാസക്തമായിട്ടോ അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്താനോ വഴി തടയാനോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ നാട്ടിലെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം രീതിയിൽ ഒരു സൂചനാ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. ഇപ്പം ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ പിതൃത്വമില്ലാത്ത ടൈപ്പിംഗ് മെസ്സേജിൽ വന്നത് ഇത് പൊളിറ്റിക്കൽ നേട്ടം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിന് പൊളിറ്റിക്കൽ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് എന്നുള്ള രീതിയിൽ അതിൽ കണ്ടു. ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇദ്ദേഹം അവിടുത്തെ മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റി പ്രസിഡന്റാണ്. ഇദ്ദേഹം മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. ഇവിടെ കൂടിയിട്ടുള്ള ഞങ്ങളുടെ ആളുകളിൽ കോൺഗ്രസ്സുകാരും ലീഗുകാരും CPM-കാരും എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ പ്രശ്നം രാഷ്ട്രീയമല്ല, ഞങ്ങളുടെ പ്രശ്നം രാഷ്ട്രീയ നേട്ടമല്ല. ഞങ്ങൾക്ക് അവിടെ ശുദ്ധവായു വേണം, ശുദ്ധജലം വേണം. ഞങ്ങളുടെ പ്രകൃതി രമണീയമായ നെല്ലിശ്ശേരിയെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഞങ്ങളുടെ നാടുകൊണ്ട് ഈ പറയുന്ന ഷാലിമാർ മാനേജ്മെന്റ് ഇന്ന് മലബാറിൽ ഏറ്റവും ഫേമസ് ആയ ക്രഷർ കൂറി മുതലാളിയാണ്. ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അദ്ദേഹം ഞങ്ങളുടെ പ്രദേശം കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് അത് ഷിഫ്റ്റ് ചെയ്യുക. അയാൾ പൂട്ടി വീട്ടിലിരിക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. അദ്ദേഹത്തിന് ജനസാന്ദ്രത ഇല്ലാത്ത ഭാഗത്തേക്ക് പോകാൻ ഇതൊരു പച്ചക്കറി പീടിയല്ല അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് 6 മാസം ഞങ്ങൾ സമയം കൊടുക്കും. ഈ 6 മാസത്തിനകത്ത് അദ്ദേഹം ഇത് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം. അത് ഷിഫ്റ്റ് ചെയ്യുന്നത് വരെ ഏതറ്റം വരെ പോകാനും ഞങ്ങളുടെ സമരസമിതി തയ്യാറാണ്. സമരസമിതി ആ ഒരു രീതിയിൽ സമാധാനപരമായ ഒരു സമരമാണ് ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് വലിയ രീതിയിൽ ഭീഷണിയുണ്ട്. കേസി കൊടുക്കും, മറ്റേ തെരുവിൽ നേരിടും, അങ്ങനെ പല രീതിയിലുള്ള അത് ട്വിസ്റ്റായിട്ട് മാറി. ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് വെള്ളത്തിൽ